ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ മാനസയും വരുണും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. മാനസ പറയുന്നുണ്ട്, നീ എൻ്റെ ജീവിതം തുലച്ചില്ലേ, നിന്നോട് എന്തിനാ കൃഷിൻ്റെ പേര് പറയാൻ പറഞ്ഞതെന്ന് പറയുന്നു. അതുകൊണ്ടല്ലേ ഇത് ഇത്ര വൈറലായത് മാനസേ, കാരണം കൃഷല്ലേ ഉത്തരവാദി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. ഞാൻ പറഞ്ഞതല്ലേ കൃഷിൻ്റെ ഒരു സംസാരം അവിടെ ഉണ്ടാവരുത്, കൃഷി അവൾ കൃഷിനെ വലവീശി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തപ്പോൾ അതിൻ്റെ അർത്ഥം? അപ്പോഴാണ് എൻ്റെ ജീവിതം കൂടി അതിൽ തൊലഞ്ഞില്ലേ, അച്ഛനെങ്ങാനും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃഷിയായിട്ടുള്ള ജീവിതം ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. ഇപ്പം എന്തായി, ആ കൃഷിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. ഇനി അച്ഛൻ ഞങ്ങളുടെ വിവാഹത്തിന് ഒരിക്കലും സമ്മതം മൂളില്ല എന്ന് വരുണിനോട് പറയുന്നുണ്ട്. അങ്ങനെ പോയാൽ തനിക്കും കൺമണിയെ കിട്ടാനായിട്ട് പോകുന്നില്ല. കാരണം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷും കൺമണിയും ഒന്നാവും, പിന്നെ എങ്ങനെ തനിക്ക് കിട്ടാനാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയോ ഒന്നും സംഭവിക്കില്ല, എൻ്റെ പെണ്ണിനെ വലവീശി പിടിച്ചിരിക്കുന്ന നിൻ്റെ ചെറുക്കനല്ലേ, അവനെ ഒഴിച്ചുകൊണ്ട് പോ. ദേ വരുണെ, കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു. ഇനി വരുണുമായിട്ടുള്ളൊരു കൂട്ടിന് ഞാൻ ഉണ്ടാവും എന്നുള്ള സംശയമാണ്, കാരണം എനിക്ക് കുറച്ച് ആലോചിക്കണം എന്ന് പറയുന്നുണ്ട്. അയ്യോ മാനസേ, എൻ്റെ ഒപ്പം നിന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ അവളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ടാവും, അവളെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി പറയാറുണ്ട്, അവിടെയാണെങ്കിലോ വേറൊരാൾ അവളെ കാത്തു നിൽക്കുന്നുണ്ട്, സുമിത്ര. അന്ന് അവൾ തല്ലി ചതച്ചില്ലേ, അവർ തന്നെ അവരുടെ എല്ലാ പ്ലാനിങ്ങും മുടക്കിയത് അവളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ശിക്ഷ അവിടെ തന്നെ കിട്ടും എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. അതൊക്കെ നടക്കുമോ? തീർച്ചയായും നടക്കും, അല്ലെങ്കിൽ കണ്ടോ അവൾ അവിടെ നിന്നും അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഉറപ്പ് പറയുന്നുണ്ട് കേട്ടോ വരുണ്. പിന്നീട് കൃഷിനെയും അതുപോലെ കൃപയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ജയിൽ അസ്വസ്ഥപ്പെട്ടിരിക്കുക കേട്ടോ കൃഷി, കാരണം എന്തായി സംഭവിക്കുന്നതെന്ന് അറിയാതിരിക്കാൻ. അപ്പോൾ വക്കീൽ വരുന്നുണ്ട്. ജാമ്യമില്ലാത്ത കേസിനാണ് കൺമണിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത എന്ന രീതിയിലാണ് അവളെ ഇപ്പോൾ ജയിലിലടയ്ക്കാനായിട്ട് പോകുന്നത്. എന്ത് വന്നാലും എൻ്റെ കൺമണിയെ രക്ഷിച്ചേ പറ്റുള്ളൂ, കാരണം അതിന് എത്ര പൈസ ചിലവായാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് വക്കീലിനോട് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് ഭാഗ്യശ്രീ വരുന്നത്. എന്ത് പറ്റിയതാണ് കൺമണിക്ക് എന്ന് പറയുന്നു. നീയും നിൻ്റെ ഏട്ടനും കൂടിയും എല്ലാം തുലച്ചില്ലേ എന്ന് പറയുന്നുണ്ട്. ആ ബലരാമൻ്റെ അനിയത്തിയാണ് ഇവൾ എന്ന് പറയുമ്പോൾ കൃപ ആകെ ഞെട്ടുന്നുണ്ട്. അതിനുശേഷം തന്നെ വിശ്വവേട്ടനുണ്ട് അവിടെ. നിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല കൃഷി, ഞാനാണ് നിന്നെയും കൂടെ ഞാനാണ് രക്ഷിച്ചത്, അതുകൊണ്ട് തന്നെ എന്നോട് തീർത്തും ഇങ്ങനെ പറയരുതെന്ന് പറയുന്നു. എനിക്ക് നിൻ്റെ ഔദാര്യം വേണ്ടടി എന്ന് പറയട്ടെ കൃഷി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ വിശ്വേട്ടൻ വന്നിട്ട് മോൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ കൺമണിക്ക് എന്താ പറ്റിയത്, ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സുമിത്രേനെയും ബാലുവിനെയും തല്ലി ചതച്ചത് അവരുടെ മകളാണ് ഞാനെന്ന് പറയുന്നു കേട്ടോ. അയ്യോ കൺമണി മോള് പാവമാണ് മോളെ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരുൺ എന്ന ചെറുപ്പക്കാരൻ അവളെ ചതിക്കുമായിരുന്നു, അവൾ പലപ്പോഴും ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുക കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് എന്തായാലും നാളെ എന്തായാലും കൺമണിയെ പുറത്തിറക്കിയിരിക്കും ഞാനിന്ന് വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെയും നമ്മുടെ സഹദേവനെ കേട്ടോ കാണിക്കുന്നത്. സുമിത്രയോട് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായി മാഡം കാര്യങ്ങളൊക്കെ അവിടെ എങ്ങനെ സുഖമാണോ ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു സഹദേവ, ഇവിടെ നിൽക്കുന്നേക്കാളും നല്ല മരിക്കുന്നതാണ്, എന്ത് ജയിലാണിത്, ഒരു സഹകരണവുമില്ല. പിന്നെ ഇവിടെ കൈക്കൂലി വാങ്ങുന്ന ആൾക്കാർക്ക് കുറച്ച് സ്നേഹമുണ്ട്, പിന്നെ അവരും ചിലപ്പോൾ തിരിഞ്ഞു കൊത്താനൊക്കെ നോക്കുന്നുണ്ട്. വല്ലാത്തൊരു കഷ്ടകാലമായിപ്പോയി എന്ന് പറയുന്നു. മേഡം വിഷമിക്കേണ്ട കാര്യം, മേഡത്തിനെ സുഖപ്പെടുത്താനായിട്ട് ഒരാളെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്ന് പറയുന്നു. നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? കൺമണിയെ തന്നെ. കൺമണിയോ? അവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? വല്ല ഡിസൈനിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ? ആ ഡിസൈൻ വരപ്പിക്കാം നമുക്ക് സെല്ലിലൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല, തെളിച്ച് പറയും നീ എന്ന് പറയുമ്പോഴത്തേനും. അതായത് അവൾ ഒരു കേസിൽപ്പെട്ട അകത്തായിരിക്കണം ഇപ്പോൾ, കാരണം വരുൺ എന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു അവളെ കല്യാണം കഴിക്കാനായിട്ട്. ആ ശരിയാ, മനോജ് കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവനെ ചതിച്ചു എന്ന കുറ്റത്തിനാണ്. കൃഷ്ണനാണെങ്കിൽ അവളെ ഇഷ്ടമാണ്, കൃഷ്ണനെ സ്നേഹിക്കുന്നത് മാനസികമാണ്. വരുണും മാനസയും കൂടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കൺമണിയെ അകത്താക്കാൻ ശ്രമിച്ചതാണ്. ഇപ്പോൾ അവളിപ്പോൾ ജയിലിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ നന്നായി, അവൾ അങ്ങനെ ഇവിടുന്ന് സുഖിച്ച് ജീവിക്കാൻ സാധിക്കില്ല. അവളെ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം സഹദേവ, അവളൊന്ന് വന്നു കിട്ടിയാൽ മാത്രം മതി എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ മേഡം വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോ, ഇപ്പം മേഡത്തിനൊരു സമാധാനമായില്ലേ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും. അങ്ങനെ കൺമണിയുടെ അച്ഛനെ കാണിക്കുന്നുണ്ട്. വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് ഗോകുലാണെങ്കിലോ ക്രിഷ് സാറിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അങ്ങനെ അച്ഛനെ ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ, മോനെ എൻ്റെ മോൾക്ക് എന്ത് പറ്റി, എന്തായി? കൺമണിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ജാമ്യം കിട്ടും, ഉറപ്പാണ്. അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല, എൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല മോനെ, കാരണം അവൾ ഇന്നേ വരെ ഒരു രൂപ പോലും ആ അർഹതയില്ലാത്തത് ഉപയോഗിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല
എൻ്റെ മോള് പാവാണ്, എത്രയോ അനുഭവിക്കുന്നു എൻ്റെ കുട്ടി എന്ന് പറയുന്നുണ്ട്. വരുൺ ചതിയനാണ് മോനെ എന്ന് പറയുന്നു. അതെല്ലാം എനിക്കറിയുന്നതല്ലേ കൺമണിയെ, ഞാൻ ഇറക്കിക്കൊണ്ട് വരും, അച്ഛൻ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. എനിക്കത് കേട്ടാൽ മതിയെന്ന് പറയുന്നു. പിന്നെ ഗോകുൽ സംസാരിക്കുന്നു. സാർ, എൻ്റെ അപ്പയ്ക്കൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ വാക്ക് തരുന്നത്, ഇപ്പം ഞങ്ങൾക്ക് സമാധാനമായി. ഇതെല്ലാം അറിഞ്ഞിട്ട് അച്ഛന് നെഞ്ചുവേദന കൂടുതലാണെന്ന് പറയുന്നു. അച്ഛനോട് റെസ്റ്റ് എടുക്കാൻ പറ, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക കേട്ടോ. പിന്നെയും മഹിപാലി വരുന്നുണ്ട്. എടാ, കൺമണിക്ക് ജാമ്യം കിട്ടിയില്ലടാ, അവളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നു. എന്ത് തേങ്ങയത്തെ വക്കീലാണടാ അവൻ, കാരണം അവന് എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ അവന് കഴിഞ്ഞില്ല, ഇപ്പോൾ കൺമണിയും സാധിച്ചില്ല, ഇപ്പം ഇനി നാളെ എന്തായാലും കിട്ടുമെന്ന് പറയുന്നു. നാളെ കിട്ടിയിട്ട് എന്താ കാര്യം, ഇന്നൊരു ദിവസം ഞാനും എൻ്റെ കൺമണിയും ഈ രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടും? പിന്നെ ആ സുമിത്ര എവിടെ ഉണ്ട്? വലിയ വലിയ ക്രിമിനൽസിൻ്റെ ഉള്ളിൽ എൻ്റെ കൺമണി എങ്ങനെ താമസിക്കും? എടാ, നീ ഒന്ന് സമാധാനപ്പെട്, ഇതെല്ലാം തന്നെ സമാധാനപരമായിട്ടാണ് ചിന്തിക്കേണ്ടതും പെരുമാറേണ്ടതെന്ന് പറയുന്നു. കൃപ പറയുന്നുണ്ട്, ഞാൻ കാരണമല്ലേ ഏട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ചീഫ് ഗസ്റ്റായിട്ട് കൺമണിയെ വിളിക്കണ്ടായിരുന്നു. എൻ്റെ പൊന്നുമോളെ, ഇതൊന്നല്ല പ്രശ്നം, മാനസികമാണ് പ്രശ്നം. അവൾക്കൊരു സാഹചര്യം ഒത്തിണങ്ങി കിട്ടിയപ്പോൾ അവൾ പണി ചെയ്തതാണെന്ന് പറയുന്നു. അവളെ എനിക്കൊന്ന് നേരിട്ട് കാണണം, അവളെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന രീതിയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജയിലിനകത്തേക്ക് കൺമണിയെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് സുമിത്രയെ കാണുന്നു കേട്ടോ. എടി, അവിടെ തിൽക്കടി എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെയാണ് നോക്കിയപ്പോൾ സുമിത്രയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നീ ഇങ്ങോട്ട് വന്നോ, നീ വല്ല ഡിസൈനിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇവിടെ വന്നത്, എന്നെ കളിയാക്കാൻ നിൽക്കേണ്ടെന്നും കൺമണി പറയുന്നുണ്ട് കേട്ടോ. നീ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടോ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 വർഷത്തിന് ഞങ്ങളുടെ പകയായിരുന്നു അത്, ഒറ്റ ദിവസം കൊണ്ട് നീ അത് തകർത്തടിച്ചില്ലേ, ഞങ്ങളെ എല്ലാവരും തല്ലി ശരിപ്പെടുത്തിയില്ലേ, നീ വലിയ ഹീറോയിനായില്ലേ, നിനക്കിട്ട് ഞങ്ങൾ നല്ലൊരു പണി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, അന്ന് സാഗറാണ് ഞങ്ങളുടെ മെയിൻ ശത്രുവെങ്കിൽ ഇപ്പോൾ സാഗർ രണ്ടാമത്തെ ശത്രു ആയിട്ടുണ്ട്, ഇപ്പം നീയാണ് ഒന്നാമത്തെ ശത്രു. നിന്നെ ജീവനോടെ ഇവിടുന്ന് വിടാൻ ഞാൻ തയ്യാറായില്ല, ഇവിടെ കിടന്ന് നീ നരകിക്കും. നിങ്ങളെപ്പോലെ ഇത്രയും കാലം ഇവിടെ കിടന്ന് നരകിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുന്നു. നീ എന്താ വിചാരിച്ചേ, ഇപ്പം നിന്നെ പുറത്ത് കൊണ്ടുപോകുന്നു, നടന്നു തന്നെ എന്ന് പറയുന്നു. പിന്നെ പുറത്ത് വെച്ചിട്ട് നിങ്ങളെ എനിക്ക് ശരിപ്പെടുത്താൻ പറ്റുമെങ്കിൽ എനിക്ക് ഇവിടെ വെച്ചിട്ട് എന്തുകൊണ്ട് സാധിച്ചില്ല? നിങ്ങൾ കൈക്കൂലി കൊടുത്ത കുറേ എല്ലും കഷ്ണങ്ങൾ തിന്നുന്ന നായ്ക്കളിവിടെ ഉണ്ടാവും, പക്ഷെ അവരൊന്നും പേടിക്കേണ്ട എനിക്ക് ആവശ്യമില്ല. കാരണം ഇത് പൊതുവായിട്ടുള്ളൊരു സ്ഥാപനമാണ്, ഇവിടെ ചോദിക്കാനും പറയാനും ഒരുപാട് പേരുണ്ടെന്ന് പറയുന്നു കേട്ടോ. നീ ഒരുപാട് എന്നോട് ചാടാൻ നിൽക്കല്ലേ കൺമണി എന്ന് പറയുമ്പോഴത്തേനും, എനിക്ക് നിങ്ങളോട് ചാടേണ്ട ആവശ്യം എന്താ, പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം എന്താ? ഒരാവശ്യമില്ല. അങ്ങനെ പേടിച്ച് ജീവിക്കാനും കൺമണി തയ്യാറല്ല. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിന്നെ അടിച്ച് പല്ല് കൊഴിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ സുമിത്ര. അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്താ പല്ല് ഡോക്ടറാണോ? എന്നാൽ എനിക്ക് എൻ്റെ പല്ലൊന്ന് എടുത്തു തരുമോ, ഞാൻ കാശ് തരാം എന്ന് പറയുന്നുണ്ട്. നീ എന്നെ കളിയാക്കാണ്ടടി എന്ന് പറയുമ്പോഴത്തേനും, നിങ്ങൾ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങളൊരു കോമാളി വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇനി കളിയാക്കേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യകതയേ ഇല്ല. നിങ്ങൾ സ്വയം കളിയാക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളല്ലേ, നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളങ്ങനെ ജയിച്ച് മുന്നോട്ട് പോകുന്നോ? ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല, ഒരിക്കലും നിങ്ങളങ്ങനെ ജയിക്കില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ എനിക്ക് മാത്രം കഴിയുമെങ്കിൽ അത്രമാത്രം ഞാൻ ചെയ്യുമെന്ന് കൺമണി സുമിത്രയെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ ചാട്ടമൊക്കെ എങ്ങോട്ടാ, നീ ഒറ്റയ്ക്കായതുകൊണ്ടുള്ളൊരു പേടി തീർക്കുകയല്ലേ എന്നോട്? എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് എന്തൊക്കെ വേണ്ടതെന്ന് ഞാൻ ചെയ്തോളാം, എനിക്ക് ഒറ്റയ്ക്ക് തന്നെ മതി, ആരും സഹായത്തിന് എനിക്ക് ആവശ്യമില്ല. അന്നത്തെ കാര്യം ഓർമ്മ ഉണ്ടല്ലോ, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഓർക്കേണ്ടി വരും നിങ്ങളെന്ന് പറയട്ടെ. ഇത്രയും വെല്ലുവിളിക്കാട്ടോ, പേടിയില്ലാതെ നിൽക്കാട്ടോ നമ്മുടെ കൺമണി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോ ആയിട്ട് നമുക്ക് വീണ്ടും